Hi everyone, welcome to Grow Malayalam. 2024 യൂണിയൻ ബഡ്ജറ്റ് അപ്ഡേറ്റ്സ് ആണ് നമ്മൾ ഇന്ന് നോക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഈ ഒരു ബഡ്ജറ്റിലെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് അതുപോലെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള അപ്ഡേറ്റ്സ് ആവും നമ്മൾ ഇന്ന് നിങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവരുന്നത്. അപ്പം ഇന്ന് നമ്മൾ മെയിൻ അനൗൺസ്മെന്റ്സ് ആവും നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഇതെങ്ങനെ നമ്മുടെ എക്കോണമി, നമ്മുടെ ബിസിനസ് അതുപോലെ നമ്മുടെ ഡെയിലി ലൈഫ്സിനെ ബാധിക്കും എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ നിങ്ങളിപ്പോൾ ഒരു ബിസിനസ്സുകാരനായിക്കോട്ടെ, അല്ലെങ്കിൽ ഒരു ജോലി ചെയ്യുന്ന ഒരു വ്യക്തി ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഇപ്പോൾ ഒരു വിദ്യാർത്ഥി ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഒരു ഹോം മേക്കർ ആയിക്കോട്ടെ, നമ്മളെല്ലാം തന്നെ യൂണിയൻ ബഡ്ജറ്റ് പല രീതിയിൽ ബാധിക്കുന്നതായിരിക്കും. അപ്പോൾ ടാക്സ് പോളിസിയിലെ മാറ്റങ്ങൾ തൊട്ട് പുതിയ ഗവൺമെന്റ് ഇനീഷ്യേറ്റീവ്സ് അതുപോലെ സ്പെൻഡിങ് പ്രയോറിറ്റീസ് എല്ലാം നമ്മൾ ഇന്ന് കവർ ചെയ്യുന്നുണ്ട്. സോ ലെറ്റ്സ് ബിഗിൻ ടുഡേസ് വീഡിയോ. നമുക്ക് പുതിയ ടാക്സ് അപ്ഡേറ്റ്സ് തന്നെ തുടങ്ങാം. ഇപ്പോൾ ന്യൂ ടാക്സ് റെജിം റേറ്റ് സ്ട്രക്ചർ റിവൈസ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് അപ്പോൾ അത് സ്ക്രീനിൽ നോക്കിയിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ കാണാവുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങളിപ്പോൾ ന്യൂ ടാക്സ് റെജിമാണ് ഓപ്റ്റ് ചെയ്യുന്നെങ്കിൽ സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ 50,000 നിന്ന് 75,000 രൂപയിലേക്ക് കൂട്ടിയിട്ടുണ്ട്. ഇനി വരുന്ന കുറച്ച് ഇമ്പോർട്ടൻറ്റ് ടാക്സ് ചേഞ്ചസ് എന്തൊക്കെയാണെന്നുള്ളത് ഇപ്പോൾ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം. NPS എംപ്ലോയർ കോൺട്രിബ്യൂഷൻ ഡിഡക്ഷൻ മുമ്പ് 10% ഉള്ളത് ഇപ്പോൾ 14% ആക്കിയിട്ടുണ്ട്. ടാക്സ് ഓൺ ക്യാപിറ്റൽ ഗെയിൻസ് ഫോർ അൺലിസ്റ്റഡ് ബോണ്ട്സ്, ഡിബഞ്ചേഴ്സ്, ഡെറ്റ് മ്യൂച്വൽ ഫണ്ട്സ്, മാർക്കറ്റ് ലിങ്ക് ഡിബഞ്ചേഴ്സ് മുമ്പ് ബേസ്ഡ് ഓൺ ഹോൾഡിംഗ് പീരീഡ് ആയിരുന്നു. ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഹോൾഡിംഗ് പീരീഡ് പരിഗണിക്കാതെ തന്നെ ബാധകമാണ്. ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ ടാക്സ് മുമ്പ് 15% ഉള്ളത് ഇപ്പോൾ 20% ആക്കിയിട്ടുണ്ട്. അതുപോലെ ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ ടാക്സ് 10% ഉള്ളത് 12.5% ആയിട്ട് കൂട്ടിയിട്ടുണ്ട്. ഇപ്പോൾ ക്യാപിറ്റൽ ഗെയിൻ എക്സംഷൻ ലിമിറ്റ് നോക്കുകയാണെങ്കിൽ മുമ്പ് 1 ലക്ഷം ആയിരുന്നു, അത് 1,25,000 ആയിട്ട് കൂട്ടിയിട്ടുണ്ട്. പിന്നെ TDS ഓൺ ഇ കൊമേഴ്സ് ഓപ്പറേറ്റർ മുമ്പ് 1% ഉള്ളത് ഇപ്പോൾ 0.1%. പിന്നെ കോർപ്പറേറ്റ് ടാക്സ് റേറ്റ് ഓൺ ഫോറിൻ കമ്പനീസ് മുമ്പ് 40% ഉള്ളത് ഇപ്പോൾ 35%. പിന്നെ STT ഓൺ സെയിൽ ഓഫ് ഓപ്ഷൻസ് ഇൻ സെക്യൂരിറ്റീസ് നോക്കുകയാണെങ്കിൽ 0.0625% ഓഫ് ഓപ്ഷൻ പ്രീമിയം ആയിരുന്നു മുമ്പ്, അതിപ്പോൾ 0.1% ഓഫ് ഓപ്ഷൻ പ്രീമിയം ആണ്. അടുത്ത STT ഓൺ സെയിൽ ഓഫ് ഫ്യൂച്ചേഴ്സ് ഇൻ സെക്യൂരിറ്റീസ് നമ്മൾ നോക്കുകയാണെങ്കിൽ 0.0125% ഓഫ് ഫ്യൂച്ചേഴ്സ് പ്രൈസ് എന്നുള്ളത് 0.02% ഓഫ് ഫ്യൂച്ചേഴ്സ് പ്രൈസ് ആണ്. ഇനി നമുക്ക് ബാക്കിയുള്ള അനൗൺസ്മെന്റ്സ് നോക്കാം. ഇപ്പോൾ ഡെവലപ്മെന്റ് സപ്പോർട്ടാണ്. ഇപ്പോൾ ബീഹാർ അതുപോലെ ആന്ധ്രാപ്രദേശിലേക്ക് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റിനായിട്ട് 26,000 അതുപോലെ 15,000 കോടിയുടെ സ്പെഷ്യൽ ഫൈനാൻഷ്യൽ സപ്പോർട്ടാണ് നൽകുന്നത്. അടുത്ത അഗ്രികൾച്ചർ സെക്ടറാണ്. ഇപ്പോൾ കാർഷിക മേഖലയിൽ ബൂസ്റ്റ് ചെയ്യാനായിട്ട് ഗവൺമെന്റ് 1.5 ലക്ഷം കോടിയാണ് മാറ്റിവെച്ചേക്കുന്നത്. ഉയർന്ന വിളവ് നൽകുന്നതും കാലാവസ്ഥയെ പ്രതിരോധിക്കുന്നതുമായ 32 ഫീൽഡ് ഹോർട്ടിക്കൾച്ചർ വിളകളുടെ 109 ഇനങ്ങൾ പുറത്തിറക്കും. 1 കോടി കർഷകർക്ക് സർട്ടിഫിക്കേഷൻ അതുപോലെ ബ്രാൻഡിങ്ങോടെ നാച്ചുറൽ ഫാമിംഗിൽ പരിശീലനം നൽകും. ഓയിൽ സീഡ്സിന്റെ ഒരു സെൽഫ് സഫിഷ്യൻസി സ്ട്രാറ്റജി നടക്കുന്നുണ്ട്. അപ്പോൾ ചെമ്മീൻ കൃഷി അതുപോലെ തന്നെ കയറ്റുമതിക്കായിട്ട് നബാർഡ് ധനസഹായം നൽകും. അപ്പോൾ ഈ ഒരു മേഖലയിൽ ഇന്നോവേഷൻ വർദ്ധിപ്പിക്കും. സോ ഈ ഒരു അനൗൺസ്മെന്റ് വഴി ഫെർട്ടിലൈസർ സ്റ്റോക്സിൽ ഇമ്പാക്ട് ഉണ്ടാവാം. അപ്പോൾ കാവേരി സീഡ്സ് അതുപോലെ അവന്തി ഫീഡ്സിൽ. അടുത്തത് അഡ്വാൻസ് അൾട്രാ സൂപ്പർ ക്രിട്ടിക്കൽ പവർ പ്ലാന്റ്സിനായിട്ടുള്ള തദ്ദേശ സാങ്കേതിക വിദ്യയുടെ വികസനം ഉയർന്ന കാര്യക്ഷമതയോടെ പൂർത്തിയായി. ഇപ്പൊ NTPC അതുപോലെ BHEL തമ്മിലുള്ള ജോയിന്റ് വെഞ്ചറിന് ആവശ്യമായിട്ടുള്ള ധനസഹായം സർക്കാർ നൽകും. ഇപ്പൊ NTPC അതുപോലെ BHELന്റെ സ്റ്റോക്സിൽ ഇമ്പാക്ട് ഉണ്ടാവാം. അടുത്ത് PM ആവാസ് യോജന അർബൻ 2.0. 10 ലക്ഷം കോടി രൂപ മുതൽ മുടക്കി 1 കോടി അർബൻ പൂർ അതുപോലെ മിഡിൽ ക്ലാസ് ഫാമിലീസിന്റെ ഭവന ആവശ്യങ്ങൾ പരിഹരിക്കും. അടുത്ത 5 വർഷങ്ങളിലുള്ളിൽ 2.2 ലക്ഷം കോടി രൂപയുടെ കേന്ദ്ര സഹായം ഇതിൽ ഉൾപ്പെടും. ഇപ്പൊ ഇൻട്രസ്റ്റ് സബ്സിഡി പ്രൊവിഷൻ വഴി മിതമായ നിരക്കിൽ വായ്പ സുഗമമാക്കും. അപ്പൊ ഇതിൽ ഇമ്പാക്ട് ഉണ്ടാകാൻ സാധ്യതയുള്ള സ്റ്റോക്സ് ഹുഡ്കോ, NBCC അതുപോലെ ഹൗസിംഗ് ഫൈനാൻസ് കോർപ്പറേഷൻ ആണ്. അടുത്തത് സംസ്ഥാന സർക്കാരുകളുമായും ബഹുമുഖ വികസന ബാങ്കുകളുമായി സഹകരിച്ച് 100 വലിയ നഗരങ്ങളിൽ ജലവിതരണം, മാലിന്യ സംസ്കരണം എന്നിവ പ്രോത്സാഹിപ്പിക്കാനാണ് ലക്ഷ്യമിടുന്നത്. അപ്പോൾ ഇതിൽ ഇമ്പാക്ട് ഉണ്ടാകാൻ സാധ്യതയുള്ള സ്റ്റോക്സ് ആണ് ആന്റണി വേസ്റ്റ് ഹാൻഡ്ലിംഗ് സെൽ ലിമിറ്റഡ്, VA ടെക്, വബാക്കോ ആണ്. ഇനി അടുത്ത് ഇന്ത്യൻ ഷിപ്പിംഗ് ഇൻഡസ്ട്രിയുടെ ഷെയർ ഇംപ്രൂവ് ചെയ്യാനും അതുപോലെ തന്നെ കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാനുമായിട്ട് ഓണർഷിപ്പ്, ലീസിംഗ് അതുപോലെ ഫ്ലാഗിംഗ് റിഫോംസ് നടപ്പിലാക്കും. അപ്പോൾ ഇവിടെ ഇമ്പാക്ട് ഉണ്ടാകാൻ സാധ്യതയുള്ള സ്റ്റോക്സ് GE ഷിപ്മെന്റ്, SCIO ആണ്. അടുത്ത് മൈക്രോ എന്റർപ്രൈസസിന്റെ ക്രെഡിറ്റ് ആക്സസ് ബൂസ്റ്റ് ചെയ്യാനായിട്ട് ഗവൺമെന്റ് മുദ്ര സ്കീമിന്റെ കീഴിലുള്ള ലോൺ ലിമിറ്റ് മിനിസ്റ്റർ 10 ലക്ഷത്തിൽ നിന്ന് 20 ലക്ഷമായിട്ട് കൂട്ടിയിട്ടുണ്ട്. 2024-25 റിവൈസ്ഡ് ഫിസിക്കൽ ഡെഫിസിറ്റ് ടാർഗറ്റ് GDPന്റെ 4.9% ആണ്. ഇത് ഇന്ററിം ബഡ്ജറ്റിൽ അനൗൺസ് ചെയ്ത 5.1%-നേക്കാളും 20 ബേസിസ് പോയിന്റ്സ് കുറവാണ്. ഇപ്പോൾ ബഡ്ജറ്റിൽ ഏറ്റവും കൂടുതൽ തുക അനുവദിച്ചിരിക്കുന്നത് മിനിസ്ട്രി ഓഫ് ഡിഫൻസിനാണ്. ഇപ്പോൾ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറിലേക്കുള്ള അലോക്കേഷൻ സെറ്റ് ചെയ്തേക്കുന്നത് 11.11 ലക്ഷം കോടി രൂപയാണ്. അതുപോലെ നമ്മുടെ ഇന്ത്യയുടെ ഇൻഫ്ലേഷൻ താഴുന്നുണ്ട്. നമ്മൾ ലക്ഷ്യം ഇട്ടേക്കുന്നത് 4%-ലേക്ക് നീങ്ങുന്നുണ്ട് ഇത്. സോ ഈ ഒരു ബഡ്ജറ്റിനെ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ഈ ഒരു ബഡ്ജറ്റ് നിങ്ങളെ എങ്ങനെ ബാധിക്കും? താഴെ കമന്റ്സ് നമ്മളോട് അത് പറയാം. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. അതുവരെ ടേക്ക് കെയർ, ഹാപ്പി ഇൻവെസ്റ്റിംഗ് and bye from Rinsi. Investment in securities market are subject to market risks. Read all the related documents carefully before investing. Please read the risk disclosure documents carefully before investing in equity shares, derivatives, mutual fund, and or other instruments traded on the stock exchanges.